ഗയാനയിലെ എണ്ണശേഖരം ലക്ഷ്യമിട്ട് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗയാന സന്ദർശനത്തിന് പിന്നാലെ ഗയാനയുമായാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. ഗയാനയിലെ ഓഷ്ഫോർ സ്റ്റാബ്രോക്ക് ബ്ലോക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ അളവ് 500 ബില്യൺ ബാരൽ എത്തിയതായി 2 ആഴ്ച മുമ്പ് US ഓയിൽ ആൻഡ് ഗ്യാസ് ഭീമനായ എക്സോൺ മോബിൽ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്നു. 2026ഓടെ ഗയാന എണ്ണ ഉൽപ്പാദനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയെ മറികടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോള എണ്ണ വിതരണ മേഖലയിലെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി ഗയാന മാറുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യയുടെ നീക്കം. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഗയാനയെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ താക്കോലായിട്ടാണ് തന്റെ സർക്കാർ വീക്ഷിക്കുന്നത് എന്ന് മോദി പറഞ്ഞിരുന്നു. ഗയാനയെ ഒരു പ്രധാന ഊർജ്ജ സ്രോതസ്സായിട്ടാണ് താൻ കാണുന്നത് എന്നും വൻകിട ഇന്ത്യൻ ബിസിനസ്സുകളെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ പ്രോത്സാഹിപ്പിക്കുമെന്നും മോദി പാർലമെന്റിലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗയാന നിലവിൽ ഇതിന് പച്ചക്കൊടി കാട്ടിയിട്ടില്ല. എങ്കിലും ചർച്ചകൾ തുടരുമെന്നും ഗയാനയുമായി സമഗ്രമായ കരാർ പരിഗണനയിലുണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഗയാനയുടെ കടൽ തീരത്തെ എണ്ണ ഉൽപാദനത്തിലെ പ്രധാന ഓപ്പറേറ്ററായ എക്സോൺ മോബിൽ ഇതിന് സമ്മതിച്ചാൽ ഇന്ത്യക്ക് വലിയ അളവിൽ ക്രൂഡ് നൽകാൻ ഗയാന തയ്യാറാണെന്ന് ഗയാനീസ് പ്രകൃതി വിഭവ മന്ത്രി വിക്രം ഭാരത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനികൾ എണ്ണ ബ്ലോക്കുകൾക്കായി ലേലം വിളിക്കുന്നതിനാണ് ഗയാന താൽപര്യപ്പെടുന്നത്. നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്നാണ് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. വിലക്കിഴിവിലുള്ള റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇന്ത്യ. ജൂലൈയിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് കയറ്റുമതി ചൈനയിലേക്കുള്ള 1.76 ദശലക്ഷം BPDയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.07 ദശലക്ഷം ബാരൽ എന്ന റെക്കോർഡ് നിലയിലെത്തിയിരുന്നു. എന്നിരുന്നാലും വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യകതയും പരിമിതമായ ആഭ്യന്തര വിഭവങ്ങളും കാരണം ഊർജ്ജ സുരക്ഷ ഇന്ത്യയ്ക്കൊരു പ്രധാന പ്രശ്നമാണ്. മിഡിൽ ഈസ്റ്റിലെ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ഗുരുതരമായി ബാധിച്ചിട്ടുമുണ്ട്. ഈയിടെയായി റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ യഥാർത്ഥത്തിൽ അതിന്റെ എണ്ണയുടെ സിംഹഭാഗവും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ 44.6% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ജൂലൈയിൽ ഇത് 40.3%. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവയാണ് ഇന്ത്യയിലേക്കുള്ള പ്രധാന മിഡിൽ ഈസ്റ്റേൺ എണ്ണ വിതരണക്കാർ. ഖത്തറിൽ നിന്നാണ് ഇന്ത്യ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ പകുതിയോളം ഇറക്കുമതി ചെയ്യുന്നത്. അതിനിടെ തുടർച്ചയായ 5 മാസത്തെ വർധനവിന് ശേഷം റഷ്യൻ ക്രൂഡിന്റെ വിഹിതം 36% കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഗയാനയുമായുള്ള കരാർ ഇന്ത്യയ്ക്ക് നിർണായകമാണ്. 2019 അവസാനത്തോടെ ക്രൂഡ് ഉൽപാദനം ആരംഭിച്ചതു മുതൽ ഇന്ത്യയുമായുള്ള ഗയാനയുടെ ഇടപെടൽ പരിമിതമാണ്. 2021 HPCL മിത്തൻ എനർജി ലിമിറ്റഡും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും 1 ദശലക്ഷം ബാരൽ ലിസ ക്രൂഡ് ഇടത്തരം കുറഞ്ഞ സൾഫർ ഓയിൽ വാങ്ങിയതോടെയാണ് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചത്. അതേസമയം ഗയാനയുമായുള്ള ഇടപാടിൽ ചില വെല്ലുവിളികളും ഇന്ത്യ നേരിടുന്നുണ്ട്. ഗയാനയിൽ നിന്നുള്ള സംസ്കൃത എണ്ണ ചരക്കുകൾക്കായി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ മത്സരവും ഗയാനയിൽ നിന്ന് ക്രൂഡ് ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യൻ റിഫൈനർമാരുടെ വഴക്കവും സന്നദ്ധതയും സുപ്രധാന ഘടകങ്ങളാകും. നിലവിൽ യൂറോപ്പ് ഗയാനയുടെ ക്രൂഡ് കയറ്റുമതിയിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.